Good morning all. Applications of Derivatives എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡെറിവേറ്റീവിൻ്റെ ആപ്ലിക്കേഷനായ മാക്സിമ ആൻഡ് മിനിമയിലെ എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും വേർഡ് പ്രോബ്ലംസും ചെയ്തു കഴിഞ്ഞു. എങ്കിലും അതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി ഞാൻ ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അവ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം ഏതാണ് എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15. 14 വേർഡ് പ്രോബ്ലംസ് ആണ് ചെയ്തത്. 15ാമത്തെ വേർഡ് പ്രോബ്ലം പലപ്പോഴും എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫൈൻഡ് ദി മാക്സിമം പ്രോഫിറ്റ് that a company can make if the profit function is given by p of x is equal to 41 minus 72x minus 18x square. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, മാക്സിമ ആൻഡ് മിനിമയിലെ വേർഡ് പ്രോബ്ലംസിന് ഒരു കോമൺ സ്ട്രക്ചർ ഉണ്ട്. അതിൽ ഒരു കാര്യത്തെ മാക്സിമൈസ് ചെയ്യാനുണ്ടാകും, ഒരു കാര്യം തന്നിട്ടുണ്ടാവും. തന്ന കാര്യം ഞാൻ ബ്ലൂ കളറിലും മാക്സിമൈസ് ചെയ്യേണ്ട ഫംഗ്ഷനെ ഞാൻ റെഡ് കളറിലുമാണ് സാധാരണ കൊടുക്കാറുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം ഇവിടെ ഫംഗ്ഷൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് ആവശ്യമില്ല. ഫംഗ്ഷൻ ഓൾറെഡി കൺസ്ട്രക്റ്റഡ് ആണ്. പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ മാക്സിമം കണ്ടാൽ മാത്രം മതി. നോക്കൂ, ഇവിടെ പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എന്താ വേണ്ടത്? പി ഓഫ് എക്സിനെ മാക്സിമം ആകുന്ന രൂപത്തിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമ്മൾ വേണ്ടത്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ പി ഓഫ് എക്സിൽ റീപ്ലേസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ലഭിക്കുക. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം കണ്ടുപിടിക്കുക? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണല്ലോ ഏറ്റവും എളുപ്പം. എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം, ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. അന്നേരം കിട്ടുന്ന വാല്യൂവിന്, എക്സിൻ്റെ വാല്യൂവിന് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയും. ആ പോയിന്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൽ സെക്കൻഡ് ഡെറിവേറ്റീവിൽ റീപ്ലേസ് ചെയ്യണം. അങ്ങനെ സെക്കൻഡ് ഡെറിവേറ്റീവിൽ റീപ്ലേസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം, പോസിറ്റീവ് ആണെങ്കിൽ മിനിമം. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ വർക്കിംഗ് റൂൾ അതാണ്. ഓക്കെ, ശരി. ഇവിടെ പി ഓഫ് എക്സ് 41 മൈനസ് 72x മൈനസ് 18x സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് നെഗറ്റീവാണ്, ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. അതുകൊണ്ട് ഇതൊരു പരാബോളയാണ്. എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് അത് ഓപ്പണിംഗ് ഡൗൺവാർഡ്സ് ആയിരിക്കും. ഇതേപോലുള്ള പരാബോള ആയിരിക്കും. തീർച്ചയായിട്ടും അതിന് മാക്സിമം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ നമുക്കറിയാം. അതൊക്കെ വെച്ച് നമുക്കിതൊന്ന് കണ്ടുപിടിക്കാം, അല്ലേ? ശരി. പി ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു വെരി സിമ്പിൾ മൈനസ് 72 മൈനസ് 36x. പി ഡബിൾ ഡാഷ് എക്സ് ഈക്വൽ ടു മൈനസ് 36. ഞാൻ വിശദീകരിക്കണ്ടല്ലോ ഇതൊന്നും. ശരി, ഇനി എന്താ വേണ്ടത്? പി ഡാഷ് എക്സിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. പി ഡാഷ് എക്സ് ഈക്വൽ ടു 0 implies minus 72 minus 36x equal to 0. It means that minus 36x equal to 72. That is x is equal to 72 by minus 36. What is 72 by 36? 2. Then x is equal to minus 2. x is equal to minus 2ന്റെ പ്രസന്റിലെ പേരെന്താ? ക്രിട്ടിക്കൽ പോയിന്റ് എന്ന പേര്. അതെന്തെല്ലാം ആകാൻ സാധ്യതയുണ്ട്? മാക്സിമം പോയിന്റ് ആകാം, മിനിമം പോയിന്റ് ആകാം, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആകാം. ആരാണ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2വിനെ സെക്കൻഡ് ഡെറിവേറ്റീവിൽ റീപ്ലേസ് ചെയ്യുക. സെക്കൻഡ് ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആണ്, എപ്പോഴും നെഗറ്റീവ് ആണ്. അത് മൈനസ് 2 കൊടുത്താലും നെഗറ്റീവ് തന്നെയായിരിക്കും. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. പി ഡബിൾ ഡാഷ് മൈനസ് 2 ഈക്വൽ ടു നെഗറ്റീവ് 36. ഓൾവേസ് നെഗറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻഡിക്കേഷൻ എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ മാക്സിമം ആയിരിക്കും നമുക്ക് തരിക. പി ഓഫ് എക്സ് അറ്റൈൻസ് മാക്സിമം വെൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2. ക്ലിയർ ആണല്ലോ? എക്സ് മൈനസ് 2 ആകുമ്പോഴാണ് ഫംഗ്ഷൻ അതിന്റെ മാക്സിമത്തിലെത്തുക. ഇനി ചോദ്യം മാക്സിമം പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെന്ന്. എക്സ് ഈക്വൽ മൈനസ് 2 എന്ന് ഈ ഫംഗ്ഷനിൽ ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. മാക്സിമം പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു പി ഓഫ് മൈനസ് 2.
വാട്ട് ഇസ് പി ഓഫ് -2? 41 - 72 × -2 - 18 × -2 ഹോൾ സ്ക്വയർ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക. 41 + 144 - 72 ദാറ്റ് ഈസ് ഈക്വൽ ടു 113. 113 ആണ്, 113 ആണ് മാക്സിമം പ്രോഫിറ്റ്. അത് 113 രൂപയാകാം, 113 ലക്ഷമാകാം, 113 കോടിയാകാം. അത് എന്താണോ നമ്മൾ എടുക്കുന്ന യൂണിറ്റ് അതിനനുസരിച്ചായിരിക്കും അതിന്റെ പ്രോഫിറ്റ് വരിക. 113 ആണ് ഫൈനൽ ആൻസർ. വെരി സിമ്പിൾ ആണ്, എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സെക്ഷനിൽ ഞാൻ ഇത് ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം, 16ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 16. ശ്രദ്ധിക്കൂ, ഇതാണ് ചോദ്യം. An attack helicopter of enemy is flying along the curve given by y = x² + 7. A soldier placed at 37 wants to shoot down the helicopter when it is nearest to him. Find the nearest distance. അർത്ഥം മനസ്സിലായല്ലോ. y = x² + 7 എന്നുള്ള പരാബോളിക് പാത്തിലൂടെ ഒരു യുദ്ധവിമാനം റോന്ത് ചുറ്റുകയാണ്. ഓക്കെ, ഇതാണ് ആ പരാബോളിക് പാത്ത്. ഇതിലൂടെ ഒരു യുദ്ധവിമാനം ഇങ്ങനെ റോന്ത് ചുറ്റുകയാണ്. ഒരു സോൾജിയറെ 37 എന്നുള്ള പോയിന്റിൽ വെച്ചിട്ടുണ്ട്. 37 എന്നുള്ള പോയിന്റിൽ ഒരു സോൾജിയറെ വെച്ചിട്ടുണ്ട്. എന്താ ഇദ്ദേഹത്തിന്റെ ദൗത്യം എന്നറിയോ? ഈ ഹെലികോപ്റ്റർ ഈ പരാബോളിക് പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഏറ്റവും അടുത്ത് എപ്പോൾ വരുന്നു ആ സമയത്ത് ഷൂട്ട് ചെയ്യണം. അതാണ് ഇദ്ദേഹത്തിന്റെ ദൗത്യം. ഏറ്റവും അടുത്ത് വരുന്ന സമയത്താണ് ഷൂട്ട് ചെയ്യേണ്ടത്, എങ്കിലേ അതിന് മാക്സിമം അറ്റാക്ക് ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ട് ആ മിനിമം ഡിസ്റ്റൻസ് എപ്പോഴാണെന്ന് മനസ്സിലാക്കി ആ സമയത്ത് ഷൂട്ട് ചെയ്യുക എന്നതാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം. അപ്പൊ ഇദ്ദേഹത്തിന് എന്തറിയണം? ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എപ്പോഴാണെന്ന് അറിയണം, അല്ലേ? ആ മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ഇവിടുത്തെ ചോദ്യം. ശ്രദ്ധിക്കൂ, ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. ഈ ഹെലികോപ്റ്റർ എന്ത് ചെയ്യുന്നു? ഈ പരാബോളിക് പാത്തിലൂടെ എങ്ങനെ മൂവ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ പരാബോളിക് പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഏറ്റവും അടുത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഷൂട്ട് ചെയ്യണം. അതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം. കൃത്യ സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും മിനിമം എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഹെലികോപ്റ്റർ തിരിച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ മിനിമം ഡിസ്റ്റൻസ് അദ്ദേഹം നേരത്തെ കണ്ടുപിടിച്ചു വെക്കണം എന്ന് ചുരുക്കം. നോക്കൂ, ഈ പരാബോളിക് പാത്തിലൂടെയാണ് ഹെലികോപ്റ്റർ മൂവ് ചെയ്യുന്നത്. അതിലൊരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോഴാണ് മിനിമം ഡിസ്റ്റൻസ് ആകുന്നത്. ഈ പരാബോളിക് പാത്തിലെ ഓരോ പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് എന്തായിരിക്കും വരിക? ഈ പോയിന്റിലാണ് മിനിമം എന്ന് കരുതുക. ശ്രദ്ധിക്കൂ, ഈ പോയിന്റിൽ എത്തുമ്പോഴാണ് മിനിമം ഡിസ്റ്റൻസ് എന്ന് കരുതുക. എന്തായിരിക്കും ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് വരിക? ആ പോയിന്റിന്റെ കോർഡിനേറ്റ് XY ആണ്, അല്ലെ? ആരാ ഇവിടുത്തെ y? x² + 7. x² + 7 ആണ് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്. x ആരാണെന്ന് അറിയില്ല. ഇതിന്റെ എല്ലാ പോയിന്റിന്റെ കോർഡിനേറ്റും x² + 7. അപ്പൊ ഈ x ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. x കണ്ടുപിടിച്ചിട്ട് x കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തമ്മിലുള്ള ദൂരം ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കാണാൻ പറ്റുമല്ലോ. ശരി, അപ്പോൾ ഇതാണ് ഇവ തമ്മിലുള്ള ഏറ്റവും ചെറിയ ദൂരം. അതിനെ ഞാൻ d(x) എന്ന് കൊടുക്കുന്നു. എങ്ങനെ d(x) കാണുക? ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. √(x - 3) ഹോൾ സ്ക്വയർ പ്ലസ് s² + 7 - 7 s² എന്ന് വരും, s² ഹോൾ സ്ക്വയർ എന്ന് വരും. അതാണ് d(x). ഇവ തമ്മിലുള്ള ദൂരം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ d(x) മിനിമം ആകുന്ന രൂപത്തിൽ x-നെ കണ്ടുപിടിക്കണം. d(x) മിനിമം ആകുന്ന രൂപത്തിൽ x-നെ കണ്ടുപിടിക്കണം. മിനിമം കണ്ടുപിടിക്കുന്ന മാർഗമൊക്കെ നമുക്കറിയാലോ. എങ്കിൽ നമുക്കൊന്ന് എഴുതി വെക്കാം. ഓക്കെ, വേണമെങ്കിൽ ഈ ചിത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു വെക്കുന്നത് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ നല്ലതാ. ശ്രദ്ധിക്കൂ, ഇവിടെ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √(x - 3) ഹോൾ സ്ക്വയർ പ്ലസ് s² ഹോൾ സ്ക്വയർ. ഈ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ക്വയർ റൂട്ട് ഒക്കെ ഉള്ള ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നോക്കൂ, ഈ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആണല്ലോ മിനിമം ആകേണ്ടത്. സ്ക്വയർ റൂട്ട് ഉള്ള ഫംഗ്ഷൻ മിനിമം ആകണമെങ്കിൽ അതിന്റെ അകത്തുള്ള ഫംഗ്ഷൻ മിനിമം ആകണ്ടേ? അകത്തുള്ള ഫംഗ്ഷൻ എപ്പോഴാണോ മിനിമം ആകുക അന്നേരം സ്ക്വയർ റൂട്ട് മിനിമം ആകുമല്ലോ, ഉറപ്പല്ലേ? അതുകൊണ്ട് നമുക്ക് ആരുടെ മിനിമം കണ്ടുപിടിച്ചാൽ മതി? x - 3 ഹോൾ സ്ക്വയർ പ്ലസ് x⁴. സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ s⁴. x - 3 ഹോൾ സ്ക്വയർ പ്ലസ് x⁴ മിനിമം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം? d(x) മിനിമം ആകും എപ്പോൾ? f(x) മിനിമം ആകുമ്പോൾ. അകത്തുള്ള ഫംഗ്ഷൻ മിനിമം ആകുമ്പോൾ d(x) എന്തായിട്ട് മാറും? മിനിമം ആയിട്ട് മാറും. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഈ ഫംഗ്ഷന്റെ മിനിമം ആണ് കണ്ടുപിടിക്കുന്നത്. f' കാണുന്നു, f(x) ഇതാണ്, f' കാണുന്നു. 2 × x - 3 + 4s³ സിംപ്ലിഫൈ ചെയ്യുന്നു. 4s³ + 2x - 6 എന്ന് വരുന്നു, അല്ലെ? ഇനി f'(x) കണ്ടു, f"(x) കാണുന്നു. ആരാ f"(x)? 12s² + 2.
ഇനി എന്താ വേണ്ടത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഞാൻ 0 എന്ന് കൊടുക്കുന്നു. അതായത് 4x³ + 2x - 6 = 0 എന്ന് കിട്ടുന്നു. എല്ലാ ടൈമിലും 2 ഉള്ളത് കൊണ്ട് 2 ഞാൻ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കുന്നു. അന്നേരം 2x³ + x - 3 = 0 എന്ന് വരുന്നു. ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആണ്. ക്യൂബിക് ഇക്വേഷന് പരമാവധി 3 സൊല്യൂഷൻ വരെ ആകാം. ഒരു സൊല്യൂഷൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ? എക്സിന് 1 എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുക? 2 + 1 - 3 = 0. അപ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് മാറി. x = 1 അതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. ഓക്കെ, ഒരു സൊല്യൂഷൻ ആണ് x = 1. ഇനിയും 2 സൊല്യൂഷന് സാധ്യതയുണ്ട്. ഒരു സൊല്യൂഷൻ x = 1 വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. ഇനിയും 2 സൊല്യൂഷൻ കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുക? 2x³ + x - 3യെ x - 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അന്നേരം നമുക്കൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കിട്ടും. കിട്ടുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇതാണ്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇതിന് സൊല്യൂഷൻ ഇല്ല. കാരണം എന്താ? b² - 4ac ഇവിടെ നെഗറ്റീവാ. അതുകൊണ്ട് ഇതിന് സൊല്യൂഷൻ ഇല്ല, റിയൽ സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ട് ഈ ഒരു ക്യൂബിക് ഇക്വേഷന് ഒരൊറ്റ റിയൽ റൂട്ട് മാത്രമേ ഉള്ളൂ, x - 1. x = 1. x = 1 എന്നുള്ള ഒരു റിയൽ റൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ x = 1 ആകുമ്പോഴാണ് ഈ ഫംഗ്ഷൻ മാക്സിമം ആണെങ്കിലും മിനിമം ആണെങ്കിലും ഉണ്ടാവുക. എന്താണ് ഉണ്ടാകുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് f" ഒന്ന് നോക്കാം. f"(1) എന്താ? 12 × 1² + 2 പോസിറ്റീവ് അല്ലേ? >0. അന്നേരം സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയതുകൊണ്ട് f(x) attains its minimum when x = 1. x 1 ആകുമ്പോൾ ഫംഗ്ഷൻ അതിന്റെ മിനിമത്തിലെത്തും. x = 1 ആകുന്ന സമയത്താണ് മിനിമത്തിലെത്തുക എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. എക്സ് കോർഡിനേറ്റ് 1 ആകുന്ന സമയത്താണ് മിനിമത്തിലെത്തുക. ഓക്കെ, അപ്പോൾ y കോർഡിനേറ്റ് എന്തായിരിക്കും ഓർക്കുന്നുണ്ടോ? s² + 7 8 ആയിരിക്കും വരിക. 180 എന്നുള്ള പൊസിഷനിൽ എത്തുമ്പോഴാണ് ഇദ്ദേഹം ഷൂട്ട് ചെയ്യേണ്ടത്. നമ്മുടെ സോൾജിയർ ഹെലികോപ്റ്ററിനെ ഷൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ആ ഡിസ്റ്റൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഡിസ്റ്റൻസ് കാണാൻ x-ന് 1 എന്ന് ഇവിടെ കൊടുത്താൽ മതി. Minimum distance is equal to d of 1. What is d of 1? Square root of 1 - 3 whole square plus 1 square whole square. That is 2 square plus 1. That is √5 എന്ന് വരും. √5 ആണ് മിനിമം ഡിസ്റ്റൻസ്. 2 point something ആണ് അതിന്റെ മിനിമം ഡിസ്റ്റൻസ്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, ശരി. അപ്പം നമ്മൾ മാക്സിമം ആൻഡ് മിനിമയിലെ വേർഡ് പ്രോബ്ലംസ് ഏകദേശം എല്ലാം തന്നെ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഞാൻ അസൈൻമെന്റ് ആയിട്ട് നൽകുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഡിസ്കഷൻ, അതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മാക്സിമവും മിനിമവും ഓപ്പൺ ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തപ്പോഴാണ്. ഓപ്പൺ ഇന്റർവെല്ലുള്ള ഒരു ഫംഗ്ഷന്റെ മാക്സിമവും മിനിമവുമാണ് പറഞ്ഞത്. ഇനി അത് ക്ലോസ്ഡ് ഇന്റർവെൽ ആകുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരിക എന്നാണ് അടുത്ത ഡിസ്കഷൻ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കൂ. ഞാനൊരു ഫംഗ്ഷൻ കാണിച്ചു തരാം. നോട്ടൊക്കെ എഴുതിയെടുക്കണം വൃത്തിയായിട്ട് കേട്ടോ. ശ്രദ്ധിക്കാം. ഈ ഒരു കർവ് ശ്രദ്ധിക്കൂ. y = f(x). ഈ y = f(x) എന്നുള്ള ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ക്ലോസ്ഡ് ഇന്റർവെല്ലാണ്. ക്ലോസ്ഡ് ഇന്റർവെല്ലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് എൻ പോയിന്റ് ഇൻക്ലൂഡിംഗ് ആണ് എന്ന് ചുരുക്കം. ഓക്കെ, ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിലാണ് ഡിഫൈൻ ചെയ്തത്. മുമ്പ് ഓപ്പൺ ഇന്റർവെല്ലായിരുന്നു, ഇത് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിലാണ്. വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പൊ ക്ലോസ്ഡ് ഇന്റർവെൽ ആകുമ്പോഴുള്ള വ്യത്യാസം എന്താ? എ എന്നുള്ള പോയിന്റ് ഇൻക്ലൂഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എയിലെ വാല്യൂ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്താ എയിലെ വാല്യൂ? y = f(x) ന് എന്ന് കൊടുത്താൽ മതി. f(a) ഇതാണ് എയിലെ വാല്യൂ. അതിനെ നമുക്ക് f(a) എന്ന് വിളിക്കാം. അതേപോലെ ബി എൻ പോയിന്റ് ആണ്. ബിയിലെ വാല്യൂ ബി ഇൻക്ലൂഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ബിയിലെ വാല്യൂ കാണാൻ പറ്റും. ബിയിലെ വാല്യൂ ആരാണ്? f(b). ഇതാണ് ഓപ്പണും ക്ലോസ്ഡും ഇന്റർവെൽ തമ്മിലുള്ള വ്യത്യാസം. ഇത് ഓപ്പൺ ഇന്റർവെൽ ആണെങ്കിൽ f(a)യോ f(b)യോ ഉണ്ടാകില്ല. കാരണം എയും ബിയും അന്നേരം എക്സ്ക്ലൂഡിംഗ് ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ. ഈ ഒരു ഫംഗ്ഷന് എവിടൊക്കെ മാക്സിമം ഉണ്ട്? ഇവിടെ ഒരു മാക്സിമം ഉണ്ട്, ഇവിടെ ഒരു മാക്സിമം ഉണ്ട്, ഇവിടെ ഒരു മാക്സിമം ഉണ്ട്. 3 സ്ഥലത്ത് മാക്സിമം ഉണ്ട്. നമുക്ക് C1, C2, C3 എന്ന് കൊടുക്കാം മാക്സിമം പോയിന്റിന്. എവിടൊക്കെ മിനിമം ഉണ്ട്? ഇവിടെ മിനിമം ഉണ്ട്, ഇവിടെ മിനിമം ഉണ്ട്, ഇവിടെ മിനിമം ഉണ്ട് അല്ലെ? ബാക്കിയുള്ള നമ്പറുകൾ C4, C5, C6 എന്ന് നമുക്ക് ആ മിനിമം പോയിന്റുകളെ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ ഫംഗ്ഷന് എവിടൊക്കെ മാക്സിമം ഉണ്ടോ എവിടൊക്കെ മിനിമം ഉണ്ടോ അതൊക്കെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു അല്ലെ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ. ഞാൻ ഇതിലെ 2 ഹൈറ്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പോവാണ്. ഈ 2 ഹൈറ്റുകൾ കണ്ടോ? C5ലെ ഹൈറ്റും അതുപോലെ ബിയിലെ ഹൈറ്റും. എന്താ അതിന്റെ പ്രത്യേകത? നമുക്ക് കണ്ടുപിടിക്കാവുന്ന മാക്സിമവും മിനിമവും ഇത്ര മാത്രമാണ്. ഇത്രയാണ് മാക്സിമം മിനിമം. കണ്ടുപിടിക്കാവുന്ന മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഇവയാണ്. അതിൽ ഏറ്റവും ചെറുതാരാണ്? ഏറ്റവും ചെറിയ ഹൈറ്റ് ആരാണ്? C5ലെ ഹൈറ്റ് അല്ലേ? f(c5) അല്ലേ? f(c5) ആണല്ലോ ഏറ്റവും ചെറുത്. ആ ഏറ്റവും ചെറുതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് മിനിമം വാല്യൂ. എന്താ വിളിക്കുക?
അബ്സല്യൂട്ട് മിനിമം വാല്യൂ. ഏറ്റവും ചെറുത് കാണണമെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവൽ ആയിരിക്കണം. ക്ലോസ്ഡ് ഇന്റർവൽ നമുക്ക് എല്ലാ വലുതും ചെറുതും കാണാൻ പറ്റും. ഓപ്പൺ ആണെങ്കിൽ ഇതിന്റെ തൊട്ടിപ്പുറത്തുള്ള വാല്യൂ കിട്ടാത്തത് കൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. ഓക്കെ, അബ്സല്യൂട്ട് മിനിമം കാണണമെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവൽ ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും വലുതാരായി ഹൈറ്റിൽ ഏറ്റവും വലുത് റെഡ് കളറുള്ള ഹൈറ്റ് അല്ലേ, അതിനെ എഫ് ഓഫ് ബി എന്ന് വിളിക്കാം അല്ലെ. എഫ് ഓഫ് ബി അത് നമ്മൾ വിളിക്കുന്ന പേരെന്തായിരിക്കും? അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ. അപ്പൊ അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും എന്താണെന്ന് മനസ്സിലായല്ലോ. അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും ഉണ്ടായിരിക്കണമെങ്കിൽ ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവെൽ ഡിഫൈൻ ചെയ്തിരിക്കണം. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്. പിന്നെ എങ്ങനെയാണത് കണ്ടുപിടിക്കുക? നമ്മൾ സാധാരണ കാണാറുള്ള പോലെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കും. ഇവിടെ ഡെറിവേറ്റീവ് 0, ഡെറിവേറ്റീവ് 0, ഡെറിവേറ്റീവ് 0, ഡെറിവേറ്റീവ് 0. ഡെറിവേറ്റീവ് 0ക്ക് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയല്ലോ. ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ്, അതും ക്രിട്ടിക്കൽ പോയിന്റ് ആണല്ലോ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് ക്രിട്ടിക്കൽ പോയിന്റിലെ വാല്യൂ കണ്ടുപിടിക്കുക. എഫ് ഓഫ് C1, എഫ് ഓഫ് C2, എഫ് ഓഫ് C3, എഫ് ഓഫ് C5 ഒക്കെ കണ്ടുപിടിക്കുക. വാല്യൂസ് കണ്ടുപിടിക്കുക. അതിന്റെ കൂടെ വേറെ ഒന്നും വേണ്ട. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക, അവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കുക, അതിന്റെ കൂടെ എൻ പോയിന്റിലെ വാല്യൂ കണ്ടുപിടിക്കുക. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കാണുക. എന്നിട്ട് അവ അങ്ങ് നോക്കിയിട്ട് ഏറ്റവും ചെറുതാരാണോ ആ വാല്യൂകളിൽ ഏറ്റവും ചെറുതാരാണോ അതാണ് അബ്സല്യൂട്ട് മിനിമം. ആ വാല്യൂകളിൽ ഏറ്റവും വലുതാരാണോ അതാണ് അബ്സല്യൂട്ട് മാക്സിമം. എല്ലാവർക്കും മനസ്സിലായല്ലോ. നോട്ട്ബുക്കിലേക്ക് വൃത്തിയായിട്ട് എഴുതിക്കോളൂ. മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എ ഫംഗ്ഷൻ ഇൻ എ ക്ലോസ്ഡ് ഇന്റർവെൽ. ക്ലോസ്ഡ് ഇന്റർവെൽ ആകുമ്പോഴാണ് അബ്സല്യൂട്ട് ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞു. എഴുതിക്കോളൂ, വൃത്തിയായിട്ട് എഴുതാം. എഫ് ബി എ റിയൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ബ്രാക്കറ്റിന്റെ രൂപമൊക്കെ. ഓക്കെ, ആദ്യം എന്താ ചെയ്യേണ്ടത്? ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പോയിന്റ്സിനെ x1, x2, x2, xn എന്ന് പറയാം. ഇതൊക്കെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. ആർ ദി ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് 0 ആകുന്ന അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആകുന്ന പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ആരാണ് അബ്സല്യൂട്ട് മാക്സിമം? എഫ് ഓഫ് x1, എഫ് ഓഫ് x2, എഫ് ഓഫ് x3, എഫ് ഓഫ് xn. ഇതൊക്കെ ഒരുപാട് ഹൈറ്റുകളാണ്. ആ ഹൈറ്റുകളെ കൂടെ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കൂടെ നോക്കുക. ആരാണോ ഏറ്റവും വലുത് അതാണ് അബ്സല്യൂട്ട് മാക്സിമം. മാക്സിമം ഓഫ് എഫ് ഓഫ് x1 മുതൽ എഫ് ഓഫ് xn വരെ ക്രിട്ടിക്കൽ പോയിന്റിലെ ഹൈറ്റ്, അതിന്റെ കൂടെ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും എൻ പോയിന്റിലെ വാല്യൂ. ഇതിൽ ആരാണോ ഏറ്റവും വലുത് അതാണ് അബ്സല്യൂട്ട് മാക്സിമം. അപ്പൊ അബ്സല്യൂട്ട് മിനിമം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാലോ. മിനിമം ഓഫ് എന്നാവും, വേറെ ഒരു വ്യത്യാസമില്ല. ഓക്കെ, ഇതിൽ ആരാണോ ഏറ്റവും ചെറുത് അതിനാണ് അബ്സല്യൂട്ട് മിനിമം എന്ന് പറയാം. വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഇത് എഴുതിയെടുത്താൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എഴുതിയെടുത്തോ? ശരി, ഇനി ഇതിനൊന്ന് 1-2 നോട്ട്സ് എഴുതാം നമുക്ക്. ഈ ഒരു ഫിഗർ വരച്ചു വെക്കാം. ആദ്യം നേരത്തെ വരച്ച ഫിഗറാണ്, ഇതൊന്ന് വരച്ചു വെക്കാം. വൃത്തിയായിട്ട് വരച്ചു വെക്കണേ. ഈ ഒരു ഫിഗറും മുകളിലുള്ള ആ നോട്ടും കണ്ടാൽ തന്നെ എൻ്റെ വിശദീകരണം ഒന്നുമില്ലാതെ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഓക്കെ, ഇനി 1-2 നോട്ട് എഴുതാം. നോട്ട്സ് നമ്പർ 1 ശ്രദ്ധിക്കുക. അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മാക്സിമം ആണ്. ഇനി അതിന്റെ അപ്പുറത്തേക്ക് മാക്സിമമേ ഇല്ല. ഓക്കെ, ലോക്കൽ മാക്സിമം കണ്ടുപിടിച്ചാൽ അതിന്റെ അപ്പുറത്തേക്കുള്ള വാല്യൂസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിൽ ഏറ്റവും വലുതാരാണെന്ന് പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷെ അബ്സല്യൂട്ട് മാക്സിമത്തിന്റെ അപ്പുറത്തേക്ക് വാല്യൂവേ ഇല്ല. ഏറ്റവും വലിയ വാല്യൂ ആണ് അബ്സല്യൂട്ട് മാക്സിമം. അതുകൊണ്ട് അബ്സല്യൂട്ട് മാക്സിമത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നറിയോ? വേറെ പേരുകൾ വിളിക്കാറുണ്ട്. അബ്സല്യൂട്ട് മാക്സിമം ഈസ് ഓൾസോ കോൾഡ് ഗ്ലോബൽ മാക്സിമം, ഏറ്റവും വലിയ മാക്സിമം. ഓക്കെ, അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് വാല്യൂ. ഗ്ലോബൽ മാക്സിമം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് വാല്യൂ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ അബ്സല്യൂട്ട് മിനിമത്തെ എന്ത് വിളിക്കും? ഗ്ലോബൽ മിനിമം അല്ലെങ്കിൽ ലീസ്റ്റ് വാല്യൂ. ഓക്കെ, ഇതൊക്കെ ആ സിറ്റുവേഷൻ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന പേരുകളാണ്. ബൈഹാർട്ട് ചെയ്യലൊന്നും അത്ര അത്യാവശ്യമുള്ള പേരുകളല്ല. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്ന ഒരാൾക്ക് സ്വന്തമായിട്ട് ഈ പേര്, ഇങ്ങനെ ഒരു പേര് പറഞ്ഞില്ലെങ്കിലും വിളിക്കാവുന്നതാണ്. അബ്സല്യൂട്ട് മിനിമം, അതിനെ ഗ്ലോബൽ മിനിമം അല്ലെങ്കിൽ ലീസ്റ്റ് വാല്യൂ എന്നൊക്കെ വിളിക്കും. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവെൽ ഡിഫൈൻ ചെയ്താൽ തീർച്ചയായിട്ടും അതിന് അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമം ഉണ്ടാവും. ഓക്കെ, ഒരു മാക്സിമം മിനിമം എന്തായാലും ഉണ്ടാവും. ക്ലോസ്ഡ് ഇന്റർവെൽ ആണെങ്കിൽ, ഓപ്പൺ ഇന്റർവെൽ ആണെങ്കിൽ ഉണ്ടാകണമെന്നില്ല. ക്ലോസ്ഡ് ഇന്റർവെൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ അതിന് മാക്സിമവും മിനിമവും ഉണ്ടാകും എന്നുള്ളത് സുനിശ്ചിതമാണ്. ഓക്കെ, ഇറ്റ് മസ്റ്റ് ഹാവ് ആൻ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കാണുക? അതിന്റെ ഒരു വർക്കിംഗ് റൂളാണ് ഞാൻ ഇവിടെ കാണിച്ചത്. നോട്ട്ബുക്കിലേക്ക് എഴുതണമെന്നില്ല, എങ്കിലും ഒന്ന് മനസ്സിലാക്കണേ നല്ലതാണ്. ആദ്യം ചെയ്യേണ്ടത് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക. അതായത് ഡെറിവേറ്റീവ് 0 ആകുന്ന, ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആകുന്ന പോയിന്റ്, കർവിന്റെ കേസ് ആണെങ്കിൽ സ്മൂത്ത് ആയിട്ടും ഷാർപ്പായിട്ടും ബെൻഡ് ചെയ്യുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കുക അല്ലേ. പിന്നെ എൻ പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുക. എയും ബിയും മനസ്സിലാക്കി വെക്കുക.
പിന്നെന്താ വേണ്ടത്? ആ സ്ഥലത്തൊക്കെ ഇപ്പൊ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് x1 x2 എക്സെട്രാ xn കണ്ടു, എ ബി കണ്ടു, അവയുടെയൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കുക. എഫ് ഓഫ് എ, എഫ് ഓഫ് x1, എഫ് ഓഫ് x2 എക്സെട്രാ എഫ് ഓഫ് xn, എഫ് ഓഫ് ബി കണ്ടുപിടിക്കുക. എന്നിട്ട് അവയിൽ ആരാണോ മാക്സിമം അത് അബ്സല്യൂട്ട് മാക്സിമം, അവയിൽ ആരാണോ മിനിമം അത് അബ്സല്യൂട്ട് മിനിമം. വെരി സിമ്പിൾ അല്ലേ? ശരി, ഇനി നോക്കൂ നിങ്ങൾ ഈ ഒരു ചിത്രം. ഇത് x+1 എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫാണ്. എഫ് ഓഫ് x = x+1. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പൺ ഇന്റർവൽ 1,5 വിചാരിക്കാം. ഓക്കെ, വളരെ കൃത്യമായിട്ട് ഇവിടെ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മതി. ഓപ്പൺ ഇന്റർവൽ 1,5 1ൽ വാല്യൂ ഇല്ല. ഓക്കെ, 5ലും വാല്യൂ ഇല്ല, ഓപ്പൺ ഇന്റർവൽ അല്ലേ. അതുകൊണ്ട് തന്നെ അതിന്റെ മിനിമം കണ്ടുപിടിക്കാൻ പറ്റൂല. 1ൽ വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല, 1 ഇല്ലല്ലോ, അതുകൊണ്ട് 1ൽ വാല്യൂ ഇല്ല. 1ന് തൊട്ടിപ്പുറത്തുള്ള നമ്പർ ആരാന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ മിനിമം വാല്യൂ പറയാൻ പറ്റില്ല. അതേപോലെ 5 എക്സ്ക്ലൂഡിംഗ് ആണ് ഓപ്പൺ ഇന്റർവെല്, അതുകൊണ്ട് 5ന്റെ തൊട്ടിപ്പുറത്തുള്ള നമ്പർ പറയാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അതിന്റെ മാക്സിമം വാല്യൂം പറയാൻ കഴിയില്ല ഓപ്പൺ ഇന്റർവെൽ ആണെങ്കിൽ. അതേസമയം ഇത് ക്ലോസ്ഡ് ഇന്റർവെൽ ആണെങ്കിലോ, ക്ലോസ്ഡ് ഇന്റർവെൽ 1,5 ആണെങ്കിലോ 1ലെ വാല്യൂ പറയാൻ പറ്റും. ആരാ 1ലെ വാല്യൂ? 2. ഓക്കെ, 5ലെ വാല്യൂ ആരാ? 6. ഓക്കെ, അപ്പൊ അവിടെ അബ്സല്യൂട്ട് മിനിമം ഉണ്ട്, അബ്സല്യൂട്ട് മാക്സിമം ഉണ്ട്. അപ്പൊ ക്ലോസ്ഡ് ഇന്റർവെൽ ഓപ്പൺ ഇന്റർവെൽ നമ്മുടെ വ്യത്യാസം മനസ്സിലായോ? ഓപ്പൺ ഇന്റർവെൽ ആണെങ്കിൽ മാക്സിമം മിനിമം ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഓക്കെ, അതേസമയത്ത് ക്ലോസ്ഡ് ഇന്റർവെൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാക്സിമവും മിനിമവും ഉണ്ടാവും. അതിന് നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം, അബ്സല്യൂട്ട് മിനിമം എന്ന് വിളിക്കും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇതാണ് പ്രോബ്ലം. Find the absolute maximum value and absolute minimum value of the following function. 4 ചോദ്യങ്ങളുണ്ട്. ഈ 4 ചോദ്യങ്ങൾ ഞാൻ ചെയ്താൽ മതിയല്ലോ അല്ലേ? ശരി, ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം എഫ് ഓഫ് എക്സ് ഇക്വൽ എസ് ക്യൂബ്. അതിന്റെ ഗ്രാഫ് ഒന്നും ഞാൻ വരയ്ക്കില്ല, അതൊക്കെ ഒരുപാട് തവണ വരച്ചതാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. എഫ് ഓഫ് എക്സ് ഇക്വൽ എസ് ക്യൂബ് നമുക്ക് അറിയുന്ന, ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു ഗ്രാഫാണ്. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ക്ലോസ്ഡ് ഇന്റർവെൽ -2 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കൂ നിങ്ങൾ, ഈ ഫംഗ്ഷന്റെ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കാണാൻ എന്താ ആദ്യം ചെയ്യേണ്ടത്? ഡെറിവേറ്റീവ് കാണണം. ഓക്കെ, ഡെറിവേറ്റീവ് 3s². ഇനി എന്താ ചെയ്യേണ്ടത്? ക്രിട്ടിക്കൽ പോയിന്റ് കാണും. എന്താ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് 0 ആവുന്ന, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആകുന്ന പോയിന്റ്. ഇവിടെ ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആകില്ലല്ലോ, അപ്പൊ ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. 3s² = 0 അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ? s² 0, എക്സിന്റെ വാല്യൂ 0, x = 0. ഓർക്കുന്നുണ്ടോ? s³ 0 ആരായിരുന്നു? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആയിരുന്നു. അത് നമുക്കിവിടെ ആവശ്യമില്ല കേട്ടോ. അപ്പൊ എന്താ, നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചു, x = 0 കണ്ടുപിടിച്ചു. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാനോ ലെഫ്റ്റും റൈറ്റും സൈന് നോക്കാനോ ഒന്നും പോകണ്ട. പിന്നെ എന്ത് മതി? ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ എഫ് ഓഫ് എക്സ് ആരാണെന്ന് നോക്കാം. ഓക്കെ, നൗ എഫ് ഓഫ് 0 = എന്ത് വരും? 0³ എഫ് ഓഫ് 0 വാല്യൂ നോക്കുക. ക്രിട്ടിക്കൽ പോയിന്റിലെ ഉയരം എത്രയാണെന്ന് നോക്കുക. എഫ് ഓഫ് 0 0 ആണ്. ഓക്കെ, പിന്നെ എൻ പോയിന്റിലെ വാല്യൂ നോക്കണം. എഫ് ഓഫ് -2, എഫ് ഓഫ് 2 ആരാ? എഫ് ഓഫ് -2 വരിക -8, എഫ് ഓഫ് 2 ആര് വരും? 8. അപ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്തു? ക്രിട്ടിക്കൽ പോയിന്റിലെ വാല്യൂ കണ്ടു, എൻ പോയിന്റിലെ വാല്യൂ കണ്ടു. ഇതിൽ ആരാ മാക്സിമം? അതാണ് അബ്സല്യൂട്ട് മാക്സിമം. അത് ക്ലോസ്ഡ് ഇന്റർവെൽ ആകുമ്പോഴേ നടക്കൂട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ശരി, അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് 0 -8 8. ആരാ ഇതിലെ മാക്സിമം? 8. അബ്സല്യൂട്ട് മിനിമം ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് 0 -8 8. ഇതിലെ മിനിമം ആരാ? -8. സിമ്പിൾ അല്ലേ? എന്തൊക്കെ ചെയ്യണം? ഡെറിവേറ്റീവ് കാണുക, ക്രിട്ടിക്കൽ പോയിന്റ് കാണുക, ക്രിട്ടിക്കൽ പോയിന്റിലെയും എൻ പോയിന്റിലെയും വാല്യൂസ് കാണുക. വാല്യൂസ് ആ കാണുക, ഡെറിവേറ്റീവ് അല്ല, വാല്യൂസ് കാണുക. അതിൽ വലുത് മാക്സിമം, അതിൽ ചെറുത് അബ്സല്യൂട്ട് മിനിമം. ശരി, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എഫ് ഓഫ് എക്സ് സൈനസ് പ്ലസ് കോസസ്. ഒരുപാട് തവണ നമ്മൾ പരാമർശിച്ച ക്വസ്റ്റ്യൻ ആയത് സൈനസ് പ്ലസ് കോസക്സ്. ക്ലോസ്ഡ് ഇന്റർവൽ 0π ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് ഡാഷസ് കണ്ടു ഞാൻ, എഫ് ഡാഷസ് ഞാൻ 0ക്ക് ഇക്വേറ്റ് ചെയ്തു. അന്നേരം cos x - sin x = 0, ദാറ്റ് ഈസ് cos x = sin x അല്ലേ? cos x ഉം sin x ഉം ഈക്വൽ ആണെന്ന് x നമുക്ക് അറിയാം. വേണമെങ്കിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി cos x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ sin x / cos x = 1 എന്ന് വരും. sin x / cos x = 1, ദാറ്റ് ഈസ് tan x = 1. tan x ഈ ഇന്റർവെല്ലിൽ എവിടെയാണ് 1 ആവുക? നമുക്ക് എല്ലാം അറിയാം, tan 45 ഡിഗ്രി 1 ആണ് അല്ലെ? അപ്പൊ tan 45 ഡിഗ്രി tan π/4 1 ആയതുകൊണ്ട് x = π/4 എന്ന് പറയാം. ഇനി വേറെ ഏതെങ്കിലും വാല്യൂ ഉണ്ടാവോ ഈ ഇന്റർവെല്ലിൽ? 0π എന്നുള്ള ഇന്റർവെല്ലിൽ വേറെ വാല്യൂ ഉണ്ടാവോ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ π/4 എന്നുള്ള വാല്യൂ ഉണ്ട്. സെക്കൻഡ് ക്വാഡ്രന്റിൽ tan x ഒരിക്കലും 1 ആവില്ല, കാരണം സെക്കൻഡ് ക്വാഡ്രന്റിൽ tan x ആരാണ്? നെഗറ്റീവാണ്. ഈ തേർഡ് ക്വാഡ്രന്റിലാണ് 1 ആവുക, പക്ഷെ തേർഡ് ക്വാഡ്രന്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? ആ തേർഡ് ക്വാഡ്രന്റിലെ വാല്യൂ മുമ്പ് പറഞ്ഞിട്ട് എന്താണ് വരിക? π + π/4, ദാറ്റ് ഈസ് 5π/4 ആണ്. അപ്പൊ ഇതേ ചോദ്യം തന്നെ 0 to 2π ആണെങ്കിൽ 5π/4 കൂടി ഉണ്ടാകും. ഓക്കെ, ഇവിടെ ഒറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ.
ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ വാല്യൂസ് കണ്ടുപിടിക്കുക. എഫ് ഓഫ് 0 കാണാം അല്ലെ? എഫ് ഓഫ് 0 സൈൻ 0 പ്ലസ് കോസ് 0 1 വരും. എഫ് ഓഫ് പൈ കാണാം, അത് -1 വരും. ഞാൻ വിശദീകരിക്കുന്നില്ല. എഫ് ഓഫ് π/4 കാണാം, ക്രിട്ടിക്കൽ പോയിന്റിലെ വാല്യൂ കാണാം. അപ്പോൾ സൈൻ π/4 പ്ലസ് കോസ് π/4 1/√2 പ്ലസ് 1/√2 ഈക്വൽ ടു 2/√2. √2 ക്യാൻസൽ ചെയ്ത് ബാക്കി √2. താഴേക്ക് എഴുതുന്നതാണ് നല്ലത്. ഇവിടെ സ്ഥലപരിമിതി കൊണ്ട് ഞാൻ നേരെ എഴുതുന്നതാണ്. ഓക്കെ, ഇതിൽ ആരാണോ മാക്സിമം അതാണ് അബ്സല്യൂട്ട് മാക്സിമം. ഓക്കെ, ഇതിലാരാ മാക്സിമം? √2. ഇതിലാരാണോ മിനിമം? അതാണ് അബ്സല്യൂട്ട് മിനിമം -1. ശ്രദ്ധിക്കുക, സൈൻ എക്സ് പ്ലസ് കോസ് എക്സിന്റെ മാക്സിമം വാല്യൂ എന്താണെന്ന് മറ്റൊരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സൈൻ എക്സ് പ്ലസ് കോസ് എക്സിന്റെ മാക്സിമം വാല്യൂ √2 ആണെന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 അല്ല, 1 + 1 2 എന്ന് പലരും കരുതും. അങ്ങനെ അല്ല. പിന്നെ ആരാണ്? √2 ആണ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സിന്റെ മാക്സിമം വാല്യൂ. മിനിമം വാല്യൂ ഈ ഇന്റർവെല്ലിൽ -1 ആണ്. ഈ ഇന്റർവെൽ -1 ആണ്. 0 to π എന്നുള്ള ഇന്റർവെൽ എടുത്താൽ, എൻറ്റയർ ഇന്റർവെൽ എടുത്താൽ മിനിമം വാല്യൂ -√2 ആണ് വരിക. അതായത് ഇവിടെ ഒരു 5π/4 വരും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ വാല്യൂ കൊടുക്കുമ്പോൾ -√2 എന്ന് വരും. ഇപ്പൊ ഇന്റർവെൽ കൂടി നോക്കിയിട്ട് മിനിമം പറയാൻ പറ്റും. ഈ ഇന്റർവെൽ -1 ആണ്. ഓക്കെ, ശരി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മറ്റൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x - 1/2 ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് അല്ലേ? എസ് സ്ക്വയർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതി, ഫസ്റ്റ് ഡെറിവേറ്റീവ് എഴുതി. 4x ഡെറിവേറ്റീവ് 4, 2x/2 ക്യാൻസൽ ചെയ്തു, അപ്പോൾ x കിട്ടി. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ 0, അപ്പോൾ x ഈക്വൽ 4 കിട്ടി. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. ആ വാല്യൂ എൻ പോയിന്റിലെ വാല്യൂ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. 4 നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 8 കിട്ടുന്നു. ഇവിടെ സ്റ്റെപ്സ് ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. -2 കൊടുക്കുന്ന സമയത്ത് -10 കിട്ടുന്നു. 9/2 കൊടുക്കുന്ന സമയത്ത് 63/8 കിട്ടുന്നു. ഇതിൽ ആരാണോ മാക്സിമം അതാണ് അബ്സല്യൂട്ട് മാക്സിമം. ആരാ ഇതിലെ മാക്സിമം വരിക? 8. 63/8 64/8 ആണെങ്കിൽ ആൻസർ 8 ആണ് അല്ലേ? പക്ഷേ ഇവിടെ 63/8 ആണ്. അപ്പോൾ 8-നേക്കാൾ ചെറുതാണ്. ഏറ്റവും വലുത് 8 ആണ്. അബ്സല്യൂട്ട് മിനിമോ ഇതിൽ ഏറ്റവും ചെറുത് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമില്ലല്ലോ. -10. വെരി സിമ്പിൾ അല്ലേ? വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അവസാനത്തെ ക്വസ്റ്റ്യൻ x - 1 ഹോൾ സ്ക്വയർ പ്ലസ് 3. ഓക്കെ, മറ്റൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. ചെയ്തോളൂ, സ്വന്തമായിട്ടൊന്ന് ചെയ്തു കേട്ടോ. സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് 2 × x - 1, 2 × x - 1. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 എന്ന് വെച്ചാൽ x ഈക്വൽ ടു 1. x ഈക്വൽ 1ലെ വാല്യൂ ഞാൻ കാണുന്നു, അന്നേരം 3 കിട്ടുന്നു. x ഈക്വൽ -3ലെ വാല്യൂ കാണുന്നു, അന്നേരം 19 കിട്ടുന്നു. x ഈക്വൽ 1ലെ വാല്യൂ കാണുന്നു. പിന്നെ 1ലെ വാല്യൂ കാണേണ്ട ആവശ്യമില്ല. ആദ്യം കണ്ടത് 1ലെ വാല്യൂ ആണ്. ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് തന്നെയാണ് ഒരു എൻ പോയിന്റ്. അതുകൊണ്ട് ആദ്യം 1ലെ വാല്യൂ കണ്ടു, -3ലെ വാല്യൂ കണ്ടു, പിന്നെ 1ലെ വാല്യൂ കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിലാരാ മാക്സിമം? അതാണ് അബ്സല്യൂട്ട് മാക്സിമം. ഇതിലാരാ മിനിമം? അതാണ് അബ്സല്യൂട്ട് മിനിമം. കൃത്യല്ലേ? ശരി. ഇനി മറ്റൊരു ചോദ്യം. ഒന്നാമത്തെ ചോദ്യം അതിന്റെ ആൻസറുകൾ ഞാൻ പൂർണ്ണമായിട്ടും വിശദീകരിച്ചു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിൽ വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ഫംഗ്ഷന്റെ ക്യൂബിക് പോളിനോമിയലാണ്. ഈ ഒരു ഫംഗ്ഷന്റെ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമവും കാണുക ക്ലോസ്ഡ് ഇന്റർവെൽ 1/5. സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ചെയ്തതിന് ശേഷം ഇതിന്റെ ആൻസർ ഞാൻ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് കാണിച്ചു തരും. ജസ്റ്റ് ഒന്ന് വിശദീകരിക്കും. ഓരോ സ്റ്റെപ്പും ഞാൻ എഴുതുന്നില്ല. സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, വീഡിയോ പോസ് ചെയ്തിട്ട്. ശരി, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ശ്രദ്ധിക്കൂ, ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. ഈ ഒരു ശൈലിയിൽ എഴുതാതെ ഞാൻ നേരത്തെ എഴുതി തന്ന അതേ ശൈലിയിൽ എഴുതാം. നേരത്തെ ആൻസർ എഴുതി തന്ന ശൈലി ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. എഫ് ഓഫ് എക്സ് ഇതാണ്, അതിൻ്റെ ഡെറിവേറ്റീവ് ഇതാണ്. അവിടെ 6 നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ 2ഉം 3ഉം ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് മാറും. 2ലെ വാല്യൂ, 3ലെ വാല്യൂ, എൻ പോയിന്റ് 1ഉം 5ഉം അടുത്ത വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ ഏറ്റവും വലുത് 56 ആണ്. അപ്പോൾ എഫ് ഓഫ് 5 ആണ് അബ്സല്യൂട്ട് മാക്സിമം. ഏറ്റവും ചെറുത് 24 ആണ്. എഫ് ഓഫ് 1 ആണ് അബ്സല്യൂട്ട് മിനിമം. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ദി ഫംഗ്ഷൻ. ഇതൊരു ശ്രദ്ധിക്കപ്പെടേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇതും ടെക്സ്റ്റ് ബുക്കിൽ വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ക്ലോസ്ഡ് ഇന്റർവെൽ -1 1ലാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇതും സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ചെറിയ എറർ വന്നേക്കാം, സാരമില്ല. ഞാൻ ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് എന്താണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന്. ഓക്കെ, ആൻസർ കിട്ടിയോ? ഇങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കൂ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ 12x⁴/3 - 6x⁴1/3. എഫ് ഡാഷ് എസ് കാണുമ്പോൾ 12 × 4/3 × x⁴/3 - 1 എന്നാണ് വരിക. അത് 16x⁴1/3 എന്നാവും. 4/3 - 1 1/3 ആണ്. പിന്നെ 4/3 × 12 കട്ട് ചെയ്യുന്ന സമയത്ത് 16 ആവും. ഓക്കെ, അതുപോലെ ഇവിടെ -6 ഇവിടെ 1/3 x⁻²/3 x⁻²/3 താഴേക്ക് വന്നു. ബാക്കിയിലേക്ക് ക്യാൻസൽ ചെയ്തപ്പോൾ -2 എന്ന് വന്നു.
ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. x⁴ x⁴ എക്സ് ആണല്ലോ. അപ്പോൾ 16x - 2 എന്ന് ന്യൂമറേറ്ററിൽ വരും, താഴെ x⁴ വരും. 16xനെ 2ന് പുറത്തെടുത്താൽ 2 × 8x - 1 ഡിവൈഡ് ബൈ x⁴. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 8x - 1 0, x = 1/8 എന്ന് ആൻസർ കിട്ടി. വൃത്തിയായിട്ട് എഴുതണം, നമ്മൾ എഴുതുന്ന ശൈലിയിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ, ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുന്ന ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്, അത് x = 1/8 ആണ്. അതേപോലെ എക്സിന് 0 എന്ന് കൊടുത്താൽ ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലേ. എക്സിന് 0 എന്ന് കൊടുത്താൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആകുന്ന പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ x = 0 ആരാണ്? ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്, ഒന്ന് x = 0, മറ്റൊന്ന് x = 1/8. അത് പലരും മറന്നുപോകും. x = 0 ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്നുള്ള കാര്യം പലരും മറന്നുപോകും. ഞാൻ നേരത്തെ ഗ്രാഫ് വരച്ചപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കാണിച്ചു തന്നില്ലേ, കണ്ടില്ലേ? അവിടെ നമ്മൾ ഷാർപ്പ് ബെൻഡുള്ള പോയിന്റ് കാണിച്ചിട്ടുണ്ടല്ലോ, അവിടെയാണ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആവുക. x = 0 ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഫംഗ്ഷൻ ഉണ്ട് പക്ഷെ ഡെറിവേറ്റീവ് ഇല്ല. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? 0 വാല്യൂ കാണണം, 1/8 വാല്യൂ കാണണം. -1 1 ആയിരുന്നു നമ്മുടെ ഇന്റർവെൽ. -1ലെയും 1ലെയും വാല്യൂ കാണണം. ഇതാ -1ലെ വാല്യൂ ഇവിടെ കണ്ടിട്ടുണ്ട്, 0ലെ വാല്യൂ കണ്ടിട്ടുണ്ട്. ഇനി 1/8 വാല്യൂയും അതുപോലെ 1ലെ വാല്യൂയും ഇവർ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും ആൻസർ കിട്ടും. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം, 4ാമത്തെ ക്വസ്റ്റ്യൻ. Find the maximum value of this function in the interval 1, 3. അതേ ഫംഗ്ഷന്റെ ഈ ഇന്റർവെൽ മാക്സിമം ആരാ? രണ്ട് ഇന്റർവെൽ തന്നിട്ടുണ്ട്, ഓരോ ഇന്റർവെലും മാക്സിമം ആരാന്നാണ് ചോദിച്ചത്. നമുക്ക് ചെയ്യാം. ശ്രദ്ധിക്കൂ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ആദ്യം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ 1, 3ലാണ് അല്ലേ? ശരി, f'(x) കാണുന്നു, 6x² - 24, f'(x) = 0 എന്ന് കൊടുക്കുന്നു. അന്നേരം s² = 24, x² = 4, x = +or-2. ഇത്രയിലൊന്നും ആർക്കും സംശയം ഉണ്ടാവില്ല അല്ലേ? ഇനി നോക്കൂ നിങ്ങൾ, ആദ്യത്തെ ഇന്റർവെൽ ഏതാ? ക്ലോസ്ഡ് ഇന്റർവെൽ 1, 3. അവിടെ -2 ഉണ്ടോ? ഇല്ല. ഈ ഇന്റർവെൽ -2 എന്നുള്ള നമ്പർ ഇല്ല. പിന്നെ ആരൊക്കെ ഉണ്ട്? 1ഉം 2ഉം 3ഉം ഉണ്ട് അല്ലേ? അപ്പം -2 എന്നുള്ള ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ ഇവിടെ എടുക്കേണ്ടതില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കേണ്ടതില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? f(2) എടുത്താൽ മതി. ഓക്കെ, f(2) നമ്മൾ കാണണം. f(2) ഇവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു, അന്നേരം 75 എന്ന് കിട്ടും. പിന്നെ കണ്ട് f(1)ഉം അതുപോലെ f(3)യുമാണ്. f(1) കാണാം, f(3) കാണാം. ഇതൊക്കെ സിമ്പിൾ മാത്തമാറ്റിക്സ് ആയി. ഇവിടെ എക്സിന് 1 3 കൊടുക്കുന്നതേ ഉള്ളൂ, ഒന്നും ഞാൻ വിശദീകരിക്കണ്ട. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് മാക്സിമം ഇവയിൽ വലുത്, ഈ 3 നമ്പറുകളിൽ വലുത് ആരാ? 89. അബ്സല്യൂട്ട് മിനിമം ആ 3 നമ്പറുകളിൽ ചെറുത് 75. ഇവിടെ മാക്സിമം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഞാൻ രണ്ടും കണ്ടു എന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്ത ഇന്റർവെൽ -3 - 1 ആണ്. ഓക്കെ, -3 - 1 എന്നുള്ള ഇന്റർവെൽ -2 ഉണ്ട്, -3 ഉണ്ട്, -1 ഉണ്ട്, പക്ഷെ ആരില്ല? 2 ഇല്ല. അപ്പൊ 2ലെ വാല്യൂ കാണണ്ട. അപ്പൊ എന്തൊക്കെ കണ്ടാൽ മതി? പറയും, f(-2) കാണണം, f(-3) കാണണം, f(-1) കാണണം. ഇതിലാരാ ഏറ്റവും വലുത്? ഏറ്റവും വലുത് 139. ഏറ്റവും ചെറുതോ 129. ഞാൻ ചുരുക്കി എഴുതിയതാണ്, മനസ്സിലായോ? അപ്പൊ ഇന്റർവെലൊക്കെ നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്ന് ചുരുക്കം. എല്ലാവർക്കും മനസ്സിലായല്ലോ? ശരി, ഇനി നമുക്ക് ഒരൊറ്റ ചോദ്യം കൂടി ചെയ്യാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. എന്താ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? ഈ ഒരു ഫംഗ്ഷൻ x = 1ൽ ഈ ഇന്റർവെൽ മാക്സിമം ഉണ്ട്. ഇതാണ് ഫംഗ്ഷൻ, ഇതാണ് ഇന്റർവെൽ, ഈ പോയിന്റിലാണ് മാക്സിമം ഉള്ളത് എങ്കിൽ a ആരാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാവുന്നതുമാണ്. ശ്രദ്ധിക്കൂ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ, ഇതാണ് ഡിഫൈൻ ചെയ്ത ഇന്റർവെൽ, ക്ലോസ്ഡ് ഇന്റർവെൽ 0 to. എവിടെയാണ് ഈ ഫംഗ്ഷന് മാക്സിമം ഉള്ളത്? x = 1 അല്ല. ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഞാൻ എഴുതി, 4x³ - 124x + a. നോക്കൂ, എവിടെയാണ് ഈ ഫംഗ്ഷന് പിന്നെ മാക്സിമം ഉള്ളത്? x = 1ൽ. x = 1ൽ ഈ ഫംഗ്ഷൻ മാക്സിമം ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? x = 1ലാണ് അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? x = 1ലാണ് മാക്സിമം എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് 0 ആണെന്നുള്ള അർത്ഥം. 0ലാണ് മാക്സിമം എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് 0 ആകണമെന്നില്ല. 2ൽ മാക്സിമം ആണെന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് 0 ആകണമെന്നില്ല. പക്ഷെ അതിന്റെ ഇടയിലുള്ള ഒരു പോയിന്റ് x = 1, അവിടെയാണ് മാക്സിമം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് f'1 എന്തായിരിക്കും? 0 ആയിരിക്കും. പറഞ്ഞേ മനസ്സിലായല്ലോ? f'1 0. അപ്പോൾ f'1 0, 4 - 124 + a = 0. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ എന്ത് കിട്ടും? 120 എന്ന് കിട്ടും. വളരെ പ്രധാനപ്പെട്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലോസ്ഡ് ഇന്റർവെൽ തന്നിട്ട് മാക്സിമം മിനിമം കാണാൻ ചോദിച്ചാൽ എപ്പോഴും എന്ത് കണ്ടാൽ മതി? അബ്സല്യൂട്ടും മാക്സിമം അബ്സല്യൂട്ട് മിനിമം കണ്ടാൽ മതി. ഈ ക്വസ്റ്റ്യനിൽ അബ്സല്യൂട്ട് എന്നുള്ള വാക്കില്ലെങ്കിലും നിങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ശരി, നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി കുറച്ച് അസൈൻമെന്റ്, കുറച്ച് കൂടുതൽ അസൈൻമെന്റ് ഉണ്ട്, വിഷമിക്കേണ്ട, സൗകര്യം പോലെ ചെയ്താൽ മതി കേട്ടോ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു വേർഡ് പ്രോബ്ലം. എ വിൻഡോ ഈസ് ഇൻ ദി ഫോം ഓഫ് എ റെക്ടാംഗിൾ സറൗണ്ടഡ് ബൈ എ സെമി സർക്കുലർ ഓപ്പണിംഗ്. ദി ടോട്ടൽ പെരിമീറ്റർ ഓഫ് ദി വിൻഡോ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗിവൺ.
ഇതാണ് നമ്മൾ ബ്ലൂ കളറിൽ എഴുതുന്നത്. ഫൈൻഡ് ദി ഡയമെൻഷൻസ് ഓഫ് ദി വിൻഡോ ടു അഡ്മിറ്റ് മാക്സിമം ലൈറ്റ് ത്രൂ. മാക്സിമം ലൈറ്റ് എന്ന് കണ്ടില്ലേ, അതാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്, ഏരിയയാണ് മാക്സിമൈസ് ചെയ്യേണ്ടത്. അതിൻ്റെ ആൻസർ ഇങ്ങനെ കിട്ടുക. അതിൻ്റെ ആൻസർ ഇതാണ്, ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം നോക്കൂ, ഇതാണ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എസ് മൈനസ് 2 റേസ്ഡ് ടു 4 എക്സ് പ്ലസ് 1 ഹോൾ ക്യൂബിൻ്റെ ലോക്കൽ മാക്സിമം ഇവിടെ, ലോക്കൽ മിനിമം ഇവിടെ, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഇവിടെ. ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, പതുക്കെ ചെയ്താൽ മതി, സൗകര്യം പോലെ ചെയ്താൽ മതി. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ആൻസറുകൾ. ശരി, അടുത്തൊരു ചോദ്യം 10-11. ചോദ്യം ഇതാണ്, ആൻസർ ഇതാണ്. ഫൈൻഡ് ദി അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം. അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ഈ ഫംഗ്ഷൻ്റെ കാണാം. അബ്സല്യൂട്ട് മാക്സിമം 5/4 അബ്സല്യൂട്ട് മിനിമം 1 ആണ്. ചെയ്ത് നോക്കുക. ഇവിടെ നോക്കൂ, ഫൈൻഡ് ബോത്ത് ദി മാക്സിമം വാല്യൂ ആൻഡ് മിനിമം വാല്യൂ. അബ്സല്യൂട്ട് എന്നുള്ള വാക്ക് ചോദിച്ചോ? ഇവിടെ ഇല്ല, അബ്സല്യൂട്ട് എന്നുള്ള വാക്കില്ല. പക്ഷേ ഇന്റർവെൽ ക്ലോസ്ഡ് ആണ്. ഇന്റർവെൽ ക്ലോസ്ഡ് ആണെങ്കിൽ അബ്സല്യൂട്ട് ആണ് കാണേണ്ടത്, മനസ്സിലാക്കുക. ഇന്റർവെൽ ക്ലോസ്ഡ് ആയതുകൊണ്ട് അബ്സല്യൂട്ട് ആണ് കാണേണ്ടത്. അബ്സല്യൂട്ട് എന്നുള്ള വാക്കില്ലെങ്കിലും അത് തന്നെയാണ് കാണേണ്ടത്. ചെയ്താൽ തീർച്ചയായിട്ടും ആൻസർ കിട്ടും. ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം 12. ഈ ഇന്റർവെൽ 0-2π എന്നുള്ള ഇന്റർവെല്ലിൽ sin 2x മാക്സിമം എവിടെയാണ് കിട്ടുക? 2 സ്ഥലത്ത് കിട്ടുന്നതാണ് ഇവിടെ ആൻസർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അവസാനത്തെ ക്വസ്റ്റ്യന് ഈ ഫംഗ്ഷന് മാക്സിമവും മിനിമവും കാണുക. ഇവിടെയും അബ്സല്യൂട്ട് എന്നുള്ള വാക്കില്ല, പക്ഷേ കാണേണ്ടത് ആരെയാണ്? അബ്സല്യൂട്ട് ആണ്. ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ കൊടുത്തതെന്തിനാ? ഇതേ ആൻസർ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. ഓക്കെ, ശരി, അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്പർ 14. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമല്ല, എങ്കിലും മുമ്പ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് തന്നിട്ടുള്ള കാര്യമാണ്. ഇതിനാണ് മാക്സിമൈസ് ചെയ്യേണ്ടത്. ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇത് വെരി സിമ്പിളാണ്. ഇതിന് ആൻസർ തന്നെയാണ്. R1 = R2 ആകുമ്പോഴാണ് മാക്സിമം കിട്ടുക. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ആൻസറിൻ്റെ ആവശ്യമില്ല. വെരി സിമ്പിളാണ്. ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടും. ഇതെന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കുക. മറ്റതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്നുള്ള സുന്ദരമായ ചാപ്റ്റർ അല്ലേ ഇവിടെ അവസാനിക്കുകയാണ്. പ്രയാസമൊന്നുമില്ലല്ലോ. ചെറുതായിട്ട് മാക്സിമം മിനിമം ടാൻജൻസ് ആൻഡ് നോർമൽസിലൊക്കെ ചെറിയ ബുദ്ധിമുട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അത് അതിൻ്റേതായിട്ടുള്ള ഓർഡറിൽ പതുക്കെ അതിൻ്റെ തിയറിയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. നോട്ട് വളരെ പെർഫെക്റ്റ് ആണ്. ഈ എക്സാമുകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതല്ലാത്ത ചോദ്യങ്ങളും ചോദിച്ചേക്കാം. അങ്ങനെ ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇവയൊക്കെ വെച്ച് തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. ഒരു പ്രയാസം ഉണ്ടാവില്ല. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഇവിടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ അടിപൊളി ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പേര് ഇൻ്റഗ്രേഷൻ എന്നാണ്. ഇതിനേക്കാൾ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഡിഫറൻസിയേഷൻ പഠിക്കാതെ ഇൻ്റഗ്രേഷൻ പഠിക്കാൻ കഴിയില്ല. മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡെറിവേറ്റീവ് ഒക്കെ നന്നായിട്ട് പഠിക്കണം, അതിൻ്റെ അപ്ലിക്കേഷൻ നന്നായിട്ട് പഠിക്കണം. എന്നിട്ട് നമുക്ക് ഇൻ്റഗ്രേഷനും അതിൻ്റെ അപ്ലിക്കേഷനും ഡിഫറൻഷ്യൽ ഇക്വേഷനും ഒക്കെ പഠിക്കാം. നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചതായിട്ട് നിങ്ങൾ അറിയിക്കുന്നു. ഗുഡ് ബൈ.